കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം കോവിഡ് കാലത്തടക്കം ആരോഗ്യ മേഖലയിൽ വീണ ജോർജിനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ഭരണകൂടം കാണിച്ചിട്ടുള്ള കോടികളുടെ അഴിമതികളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലുടനീളം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ ആശുപത്രികളുടെ, ആതുരാലയങ്ങളുടെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളുടെ, മെഡിക്കൽ കോളേജുകളുടെ ഇതിന്റെയൊക്കെ നവീകരണത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ തുകയെല്ലാം കേരളത്തിൽ അനുവദിക്കുന്ന തുക വകമാറ്റി ചെലവഴിച്ചും ഈ ഗവൺമെന്റ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യരംഗം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി നാം കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു പാവപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആ മരണം സ്ഥിരീകരിച്ച സന്ദർഭത്തിൽ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി പുതിയ കെട്ടിടത്തിന്റെ രൂപഭംഗിയെ സംബന്ധിച്ചും കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണത്തെ പറ്റിയുമുള്ള പത്രസമ്മേളനം നടത്തി PR വർക്ക് നടത്തുകയായിരുന്നു. ആ തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിനുള്ളിൽ ഒരിറ്റു വായുവിന് വേണ്ടി ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ നിലവിളിക്കുമ്പോ ആ കെട്ടിട അവശിഷ്ടങ്ങളിൽ മതിയായ പരിശോധന നടത്താനോ കൃത്യമായ ഇടപെടൽ നടത്താനോ തയ്യാറാകാത്ത മന്ത്രിയും ആരോഗ്യവകുപ്പും ആള് മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചപ്പോ പത്രസമ്മേളനം നടത്തി ആരോഗ്യവകുപ്പിന്റെ ഗുണഗണങ്ങൾ അത് വിവരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള മന്ത്രിസഭയിലെ ഈ കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മിതമായ ന്യായമായ ആവശ്യമുന്നയിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള കോടികൾ മുടക്കിക്കൊണ്ടാണ് ആ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, കാഷ്വാലിറ്റി അടക്കം തുടങ്ങിയിട്ടുള്ളത്. 190 ICU യൂണിറ്റുകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നു. അത്യന്താധുനിക സംവിധാനങ്ങളുള്ള കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനകത്ത് രോഗികളെ പരിശോധിക്കാൻ ഡോക്ടർമാരില്ല, ആവശ്യത്തിന് നഴ്സുമാരില്ല, ആവശ്യത്തിന് ജീവനക്കാരില്ല. അവരെ നിയമിക്കേണ്ടത് കേരളത്തിലെ PSC-യാണ്. ഈ ബാലുശ്ശേരി ഹെൽത്ത് സെന്ററിനകത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനകത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം NRHM പദ്ധതിയുടെ കീഴിൽ കോടികളുടെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് കേന്ദ്രം വലിയ തോതിൽ ആരോഗ്യ മേഖലയെ കൈത്താങ്ങായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കേരളത്തിൽ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി ICU-യിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യമുന്നയിച്ച് ഞങ്ങൾ നടത്തുന്ന പരിപാടി, ആ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ സമരത്തിന്റെ നായകൻ, റൂറൽ ജില്ലയുടെ പാർട്ടി പ്രസിഡന്റ് ദേവദാസ് മാസ്റ്ററെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനയായ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ AP അബ്ദുള്ളക്കുട്ടി അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ നേതാക്കളായ ശ്രീമതി ശോഭാ രാജൻ, ശ്രീ DA നാരായണൻ മാസ്റ്റർ, ശ്രീ ഷാൻ ഗട്ടിപ്പാറ, ശ്രീ ശശീന്ദ്രൻ മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം, ശ്രീ ജോസ് വാലുമണ്ണിൽ സംസ്ഥാന സമിതി അംഗം, MC ശശീന്ദ്രൻ മേഖലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി K രജനീഷ് ബാബു തുടങ്ങിയവരാണ്. അവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിന്റെ മുഖത്തേക്ക് എത്തിയിട്ടുള്ള പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ഏരിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി എല്ലാ നേതാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ദേവദാസ് മാഷോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബോലോ ഭാരത് മാതാ കി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അട്ടിമറിച്ച, ആരോഗ്യരംഗത്തെ ആകെ താറുമാറാക്കിയിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി
വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി കോഴിക്കോട് റൂറൽ ജില്ലാ ഘടകം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും പ്രിയപ്പെട്ട പാർട്ടിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ എ.പി. അബ്ദുള്ളക്കുട്ടി അവർക്ക്, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ കെ ശശീന്ദ്രൻ മാസ്റ്റർ, ശ്രീ ജോസ് വാലുമണ്ണൻ, പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമാൻ ഗിരീഷ് തേവള്ളി, ശ്രീ രജനീഷ് ബാബു, പാർട്ടിയുടെ മറ്റ് ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ച് കേരളത്തെ അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് നയിച്ചിട്ടുള്ള, കേരളത്തിന്റെ സാധാരണ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ആ സർക്കാരിന്റെ ഒരു ഘടകം ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങളുടെ ജീവിതത്തിന് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അത് ആരോഗ്യ മേഖലയിലാണ്. നമ്പർ 1 കേരളമെന്നും ലോകോത്തര ആരോഗ്യ മേഖല എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ആരോഗ്യ മേഖലയിൽ അതാകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം തകർന്നു വീണ് നിർധനയായ ഒരു വീട്ടമ്മ, ഒരു വീടിന്റെ ഏക ആശ്രയമായിട്ടുള്ള ഒരു വീട്ടമ്മ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആ വീട്ടമ്മയെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരയുന്നത് നമ്മൾ കണ്ടു. അവരുടെ കരച്ചിൽ യഥാർത്ഥത്തിൽ അത് കേരളത്തിന്റെ മുഴുവൻ തേങ്ങലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നത്. ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മന്ത്രി വാസവനും ഒക്കെ അവിടെ എത്തിച്ചേർന്ന സമയത്ത് ഒരുപക്ഷെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള കേരള ജനതയ്ക്ക് തെറ്റി. അവർ വന്നിട്ടുണ്ടായിരുന്നത് പൂർണ്ണമായും ഈ തകർന്നടിഞ്ഞിട്ടുള്ള കേരള ഭരണത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പരിക്ക് പറ്റിക്കിടക്കുന്ന ആളുകളെ കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അവർ തിരക്കിയില്ല, അത് ജനങ്ങളോട് പറഞ്ഞില്ല. അതിനോട് ചേർന്ന് കിടന്നിരുന്ന ആശുപത്രി വാർഡിൽ കഴിഞ്ഞിരുന്ന ആളുകളെ അവരോട് അവർ സംസാരിച്ചില്ല. പകരം അവർ സംസാരിച്ചത് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഉപയോഗശൂന്യമായി അടഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമാണ്, സാധനങ്ങൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്, അതുകൊണ്ട് ഒരാൾക്കും പരിക്കില്ല, ഒരാൾനാശവും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇത് കേരള ജനതയെ പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ചു, മാധ്യമ ലോകത്തെ വിശ്വസിപ്പിച്ചു. അതിന്റെ പേരിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെച്ചു. മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടുന്ന കേരള പോലീസ് ഈ വീണ വിജയൻ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് അനങ്ങാതിരുന്നു. കേരളത്തിന്റെ ഫയർഫോഴ്സ് അവർ പ്രവർത്തിച്ചില്ല. 2.5 മണിക്കൂർ വൈകിയാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ആയിരക്കണക്കിന് രോഗികൾ നിത്യേന വരുന്ന സ്ഥലത്ത് ആരെങ്കിലും അതിൽ പെട്ടിരിക്കാമെന്നുള്ള സാമാന്യ യുക്തിയെങ്കിലും പ്രയോഗിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന സമയത്താണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊലപാതകയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ആരാധ്യനായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെന്താ ചെയ്തത്? അവർ ഇത്രയും കാലം ഭരിക്കുക വഴി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ആകെ തകർത്തെറിയുക മാത്രമല്ല, അതിനുശേഷം അവിടെ നടക്കേണ്ടിയിരുന്ന രക്ഷാപ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പാവപ്പെട്ട വീട്ടമ്മ അതിദാരുണമായി മരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആ ആരോഗ്യമന്ത്രിയെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അവർ രാജിവെച്ച് ജനകീയ വിചാരണ നേരിടേണ്ടതുണ്ട്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്തെല്ലാമാണ് തള്ളുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. നമ്പർ 1 കേരളം, ആരോഗ്യവകുപ്പ് നമ്പർ 1. ഈ നമ്പർ 1 കേരളത്തിന്റെ കപ്പിത്താനിൽ നിന്ന് എന്താ പിണറായി വിജയന്റെ അസുഖം? കേരളത്തിന്റെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം എന്നറിയാൻ, അങ്ങനെ ഏത് അസുഖമാണ് ആ മുഖ്യമന്ത്രിക്കുള്ളത്? ആ മുഖ്യമന്ത്രിക്കുള്ള അസുഖം അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വന്നാൽ എന്താ സംഭവിക്കുക?
മുഖ്യമന്ത്രിയുടെ അസുഖത്തിന് കേരളത്തിൽ ചികിത്സയില്ലെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കായ കോടിക്കണക്കായ സാമാന്യ ജനങ്ങൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഉത്തരം ഇടതുപക്ഷ ഗവൺമെന്റ് പറയേണ്ടതല്ലേ, മുഖ്യമന്ത്രി പറയേണ്ടതല്ലേ? യാതൊരു ഉളുപ്പുമില്ലാതെ ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയാകെ തകർന്നടിഞ്ഞ് കൂപ്പുകുത്തി നിൽക്കുന്ന സമയത്ത് തന്റെ ചികിത്സയ്ക്ക് വേണ്ടി, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി, അയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ആരോഗ്യ മേഖലയാകെ തകർന്നടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിലുള്ള ജനജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളും ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് പണം കൊടുക്കാനില്ലാത്ത മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന സാഹചര്യം, ഈ സാഹചര്യം കേരളത്തിൽ മാറേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ജനവികാരം, ആ ജനവികാരം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ വിജയൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആ പണിക്ക് കൊള്ളില്ല എന്ന് തുടക്കം മുതൽ തെളിയിച്ചിട്ടുള്ള ആളാണ്. എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ് എന്ന്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമ്പർ 1 ആണ് എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോളജി വിഭാഗത്തിന്റെ ഡോക്ടർ, അദ്ദേഹം കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ഉപകരണം വാങ്ങിക്കുന്നതിന് പോലും പണമില്ലാത്ത സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് ഈ ആരോഗ്യരംഗത്തെ കൂപ്പുകുത്തിച്ച വീണ വിജയൻ ഒരിക്കലും ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. പണ്ടെടുത്ത ജോലിയുണ്ടല്ലോ, ചാനലില് മാധ്യമപ്രവർത്തക എന്നുള്ള സംരക്ഷണത്തിന് മുന്നിലിരിക്കുന്ന ആളുകളുടെ നേരെ ചാടിക്കുലയ്ക്കുന്ന ആ പണിയുണ്ടല്ലോ, അതെടുക്കാൻ പോവുകയാണ് വീണ വിജയന് നല്ലത്. ഈ പണി ഒഴിവാക്കിക്കൊണ്ട് അതിന് പോയിക്കൊള്ളണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, വീണ ജോർജിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായ നമ്മുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുള്ളക്കുട്ടി അവർക്കുള്ള സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കേരളത്തിലെ ആരോഗ്യ മേഖലയെ വെല്ലുവിളിയാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നടക്കുന്ന ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ ദേവദാസ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന പാവം സ്ത്രീ മരണപ്പെട്ടിരിക്കുക. സത്യത്തിൽ അവർ മരിച്ചതല്ല, ബിന്ദുവിനെ കൊന്നതാണ്. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ സഹകരണ മന്ത്രി വാസവനും കൂടി കൊന്നതാണ് ഈ പാവം സ്ത്രീയെ. സത്യത്തിൽ ഈ 2 മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ഉടനെ ഓടിയെത്തിയ മന്ത്രിമാർ, അത് പഴയ ബിൽഡിംഗ് ആണ്, ആൾതാമസമില്ലാത്ത ബിൽഡിംഗ് ആണ്, അവിടെ വേസ്റ്റ് ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഇത് ഇൻസ്റ്റന്റ് ഡെത്താണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കെട്ടിടം വീണ ഉടനെ മരിച്ചിരിക്കുന്നു എന്ന് വാസ്തവം ന്യായീകരിക്കുന്നു. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രതിഷേധത്തിന് മുമ്പിൽ വാസവൻ പിന്നീട് പറഞ്ഞ ന്യായം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രി വീണ കുലുക്കി ആശുപത്രി കെട്ടിടം പൊളിച്ചതല്ലത് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പാവം സ്ത്രീയെ കൊലക്ക് കൊടുത്ത ഈ മന്ത്രിമാർ രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ്
ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല ഇവർ നമ്പർ 1 എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി. അതിന് കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഈ കേരളത്തിൽ ഒരു സാമ്പത്തിക വിഷമവും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയുണ്ട്, മുഹമ്മദ് റിയാസ്, നമ്മുടെ മരുമോന്റെ വകുപ്പിന് ഒരു ക്ഷാമവുമില്ല. കാരണം മരുമോനും മരുമോന്റെ കുടുംബത്തിലേക്കും മാസപ്പടി കൊടുത്തയക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കരാർ കമ്പനിയാണ്. അതുകൊണ്ട് ആ വകുപ്പിന് യാതൊരു ക്ഷാമവുമില്ല. നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് എന്താണ്? പാക് ചാരപ്രവൃത്തി നടത്തുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ദേശദ്രോഹിയെ ഈ കേരളത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് യാത്രാ ചെലവ് കൊടുത്ത്, ശമ്പളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് താമസിപ്പിച്ചു. ആര്? മുഹമ്മദ് റിയാസ്. എന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഷിപ്പ്യാർഡിന്റെയും കണ്ണൂർ നേവൽ അക്കാദമിയുടെയും ചിത്രങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യത്തിന് കൊടുത്തു. ഈ ജ്യോതി മൽഹോത്രക്ക് കാശ് കൊടുക്കാൻ യാതൊരു ക്ഷാമവും പിണറായി ഭരണത്തിനില്ല. പ്രിയപ്പെട്ടവരെ, പിണറായിയും മുഹമ്മദ് റിയാസും ജനദ്രോഹികൾ മാത്രമല്ല, രാജ്യദ്രോഹികളാണ്. എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പറഞ്ഞത്? മരുന്ന് വാങ്ങാൻ കാശില്ല, ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങാൻ കാശില്ല എന്ന് സങ്കടത്തോടുകൂടി പറഞ്ഞപ്പോൾ ഇവിടെ പാക് ചാരപ്രവൃത്തി നടത്തുന്ന ജ്യോതി മൽഹോത്രക്ക് കാശ് കൊടുക്കാൻ റിയാസിന്റെ മക്കൾ കാശുണ്ട്. റിയാസെ, മരുമകളെ, ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, NIA അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്നവർ പുറത്തു കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവർ ജനദ്രോഹികൾ മാത്രമല്ല, രാജ്യദ്രോഹികളാണ്. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ചില നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു 100 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ശ്രീജിതര ആശുപത്രിയിൽ ഒരു 120 കോടി രൂപയുടെ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും പുതിയ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു 112 PHCകൾ നല്ല പുതിയ ബിൽഡിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇതൊക്കെ സംഭവിച്ചത് നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റും നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഫലമായിട്ടാണ്. ഏകദേശം ഈ 9 കൊല്ലത്തിനിടയിൽ 7000 കോടി രൂപ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരുന്നില്ല എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2014 നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് നമ്മുടെ കേന്ദ്ര ബജറ്റ് 34,000 കോടി രൂപയാണെങ്കിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ആരോഗ്യ രംഗത്തെ ബജറ്റ് കൂട്ടി ഇന്ന് 34,000 കോടിയുടെ സ്ഥാനത്ത് 1,37,000 കോടി രൂപ ആരോഗ്യ രംഗത്തിന് നൽകുന്നു. അതിന്റെ ഫലമായി കേരളത്തിൽ 7,000 കോടി കിട്ടി. നമ്മുടെ ചില ആശുപത്രിയിലൊക്കെ നല്ല കെട്ടിടം വന്നിട്ടുണ്ട്. ഇവിടെ LDFും UDFും ഭരിച്ചു മുടിച്ച് കടക്കണിയിലാക്കി കേരളത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ആരോഗ്യ രംഗത്ത് വലിയ വിപ്ലവമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മെഡിക്കൽ സീറ്റ് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 51,000 സീറ്റായിരുന്നു. ഇന്ന് 1,17,000 മെഡിക്കൽ സീറ്റുണ്ട്. എയിംസ് കേവലം 5-6 എയിംസ് ഉണ്ടായിരുന്നത് ഇന്ന് 23ഓളം എയിംസ് ആശുപത്രികളുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്ത് വലിയ മുന്നേറ്റം നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി ദയനീയമാണ്. കേരളത്തിൽ ആശുപത്രിയിൽ മരുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. കാലഘട്ടപ്പെട്ട മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിന് മുമ്പിലും മെഡിക്കൽ ഷോപ്പുകൾ മാത്രമല്ല, സർജിക്കൽ ഷോപ്പുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ വല്ലാതെ തോതിൽ വർദ്ധിക്കുന്നു. കാരണം ആശുപത്രിയിൽ വന്ന രോഗികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും
അവർ തന്നെ വാങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. എന്നിട്ടും യാതൊരു ഉറപ്പില്ലാതെ പറയാണ് ഒന്നാം നമ്പർ എന്ന് പറഞ്ഞ നിലയ്ക്കാണ് കേരളത്തെ എല്ലാ മേഖലയിലും ഇവർ തകർത്തിരിക്കുകയാണ്. ഇവർക്കെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇവരുടെ ഭരണം വലിയ ദുസ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ മുമ്പിൽ നുരഞ്ഞു പൊന്തി വരുന്നുണ്ട്. അതിന്റെ മുമ്പിൽ ഈ പിണറായി വിജയന്റെ സർക്കാർ കത്തിച്ചമ്പലാകുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ ചികിത്സക്ക് പോയിരിക്കുകയാണ് സാഹിബിന്റെ നാട്ടിൽ. മിസ്റ്റർ പിണറായി, നിങ്ങൾ ഈ ഇടക്കിടക്ക് ചികിത്സക്ക് പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പിണറായിന്റെ ഈ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കൽ മെഡിക്കൽ ടീമിനെ ഉണ്ടാക്കി സൂക്ഷ്മ പരിശോധന നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പണ്ട് സോണിയാഗാന്ധി ഇടക്കിടക്ക് ചികിത്സ നോക്കി വിദേശത്ത് പോകും. പരിശോധനയില്ലാത്ത ഒരു 25 പെട്ടിയും കൊണ്ടുപോകുമായിരുന്നു. മോദി വന്നതിന് ശേഷം ആ മാഡത്തിന്റെ എല്ലാ സൂക്കേടും അന്ന് മാറിക്കിട്ടി. ഇപ്പോൾ സോണിയാഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചികിത്സക്ക് എന്ന് പറഞ്ഞ് വിദേശ യാത്ര നടത്താറില്ല. പിണറായി വിജയൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടുന്ന് കിട്ടുന്ന മാസപ്പടിയെല്ലാം ദുബായിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മലയാളി അറിയും. അതുകൊണ്ട് അങ്ങ് ന്യൂയോർക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. ആ അഴിമതി ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല എന്തിലേക്കുള്ളതാണ്? ഈ ആരോഗ്യ മേഖലയെ രക്ഷിക്കാനുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞ പ്രായ ആളുകൾക്കെല്ലാം സൗജന്യ ചികിത്സ കിട്ടുന്നതാണ്. പിണറായി വിജയൻ ആ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടുന്നില്ല. പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇവിടെ കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രി പോയിട്ട്